അന്തരീക്ഷത്തിൽ തണുപ്പ് കെട്ടിക്കിടക്കുന്ന ചുറ്റിലും വരണ്ട ഭൂമിയുള്ള മൈസൂരിലെ തൻ്റെ വീട്ടിലേക്ക് പതിവ് പോലെ രാത്രിയിലെ നിശബ്ദതയിൽ ടാങ്കർ ലോറിയിൽ വന്നിറങ്ങുന്ന സോളമനാണ് മലയാള സിനിമ കണ്ട ഏറ്റവും പ്രണയാതുരനായ ചെറുപ്പക്കാരൻ. ഈ പെണ്ണൊറ്റയ്ക്കാണോ ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്നത്? എപ്പോ നോക്കിയാൽ എന്തെങ്കിലും ഒരു നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. തൻ്റെ മുന്തിരിത്തോട്ടങ്ങളിൽ ഒരു കവിത പോലെ ഒഴുകി നടക്കുന്ന സോളമന് വെള്ളാരം കണ്ണുള്ള സോഫിയോട് തോന്നുന്ന പ്രണയം അതിമനോഹരമാണ്. പതിവ് പോലെ രാത്രിയിൽ വന്ന് അമ്മയെ കണ്ട് കുറേ സംസാരിച്ച് കുറേ സ്നേഹിച്ച് ആ ചുറ്റുപാടിന് മുഴുവൻ ഒരുപാട് ഊർജം പകർന്നു നൽകി രാവിലത്തെ തണുത്ത കാറ്റുമേറ്റ് തിരിച്ചു പോകാൻ തന്നെയാണ് അന്ന് രാത്രിയും സോളമൻ വരുന്നത്. നേരം വെളുക്കുന്നതിന് മുമ്പേ സ്ഥലം വിട്ടേക്കരുത്. വെളുപ്പാൻ കാലത്ത് വണ്ടി എടുത്തോണ്ട് ഒരു പോക്കുണ്ട് നിനക്ക്, അത് പറ്റുകയില്ല. പക്ഷെ 7 വർഷം കൂടി തന്റെ കസിൻ ആന്റണിയെ കാണുന്ന സോളമൻ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഒരു പകൽ കൂടി അവിടെ നിൽക്കാൻ അയാൾ തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സോളമൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറെ ദിവസങ്ങൾ കൂടി തന്നെ അവിടെ പിടിച്ചു നിർത്താൻ പോകുന്നത് എന്തെങ്കിലും ആ ചുറ്റുപാടിൽ സംഭവിക്കുമെന്ന്. പിറ്റേ ദിവസം രാവിലെ ഉറക്കമെണീക്കുമ്പോൾ ആദ്യമായി സോളമൻ സോഫിയുടെ ശബ്ദം കേൾക്കുന്നു. പുതിയതായി താമസിക്കാൻ വന്ന അയൽവക്കക്കാരെ കുറിച്ച് ആന്റണിയോട് ചോദിച്ചു മനസ്സിലാക്കുന്നു. ഏതാടാ 2 കിളികള്? അപ്പുറത്താണോ? ഇവിടെ ഇരുന്നാ കാണാം. അതാ വീട്ടിലെ പുതിയ വാടകക്കാരാ. ആദ്യ കാഴ്ചയിൽ തന്നെ സോളമന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ വിത്ത് വിതയ്ക്കാൻ സോഫിയയ്ക്ക് സാധിക്കുന്നുണ്ട്. ആ ജനാലക്കരികിൽ നിന്ന് സോളമൻ സോഫിയെ കൺകുളിർക്കെ കണ്ടു. അവളെ കൂടുതൽ മനസ്സിലാക്കി അവളുടെ സങ്കടങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ അമ്മച്ചി സോളമനെയും കൂട്ടി അപ്പച്ചന്റെ കുഴിമാടത്തിൽ ചെല്ലുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും അപ്പച്ചനോട് അനായാസം സംസാരിക്കാൻ സാധിക്കും. സോളമൻ ചുണ്ട് ചേർത്ത് അപ്പച്ചന്റെ കല്ലറയിൽ അപ്പച്ചനോട് സംസാരിക്കുന്നതും ചെവി ചേർത്ത് അപ്പച്ചൻ പറയുന്ന മറുപടി കേൾക്കുന്നതും പത്മരാജൻ എന്ന മഹാനായ എഴുത്തുകാരന്റെ തൂലികയിൽ നിന്നും മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ രംഗങ്ങളിൽ ഒന്നാണ്. പറഞ്ഞു, പുള്ളി എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞു? അതൊക്കെ പറഞ്ഞു. പറഞ്ഞതെല്ലാം പുള്ളിക്കാരൻ കേട്ടു. എല്ലാം അതുപോലെ ചെയ്താൽ മതി എന്നോട് പറയുകയും ചെയ്തു. വീണ് കിട്ടുന്ന ചില യാദൃച്ഛികമായ സന്ദർഭങ്ങളിലൂടെ അവളെ കൂടുതൽ അടുത്തറിയാനും അവളോട് സംസാരിക്കാനും അവളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും സോളമന് സാധിക്കുന്നുണ്ട്. സോളമന് സോഫിയോട് തോന്നുന്ന അതേ പ്രണയം അവൾക്ക് അവനോട് തോന്നുന്നതും ആ പ്രണയം ഒരു നനുത്ത മഴ പോലെ സോളമനിലേക്ക് പെയ്തിറങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അവളുടെ ജീവിതത്തിൽ മറ്റാർക്കും അറിയാത്ത കാര്യങ്ങൾ പോലും അവൾ അയാളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. രണ്ടാം അച്ഛനുമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന്റെ പേരിൽ കുറച്ച് നാളത്തേക്കെങ്കിലും അവർക്ക് പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നുണ്ട്. അകന്നു പോകുന്ന ടാങ്കർ ലോറി നോക്കി നിൽക്കുന്ന സോഫിയ വല്ലാത്തൊരു വേദന നമുക്ക് സമ്മാനിക്കും. അകന്നു നിൽക്കുന്ന സമയത്ത് സോഫിയയുടെ സന്ദേശവുമായി ആന്റണി സോളമന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ഒരു ദൂതായി പറന്നു വരുന്നുണ്ട്. സോളമന്റെ ഉത്തമഗീതത്തിലെ കാൽപ്പനികത നിറഞ്ഞു നിൽക്കുന്ന ബൈബിൾ വചനങ്ങളിലൂടെയാണ് അവരുടെ പ്രണയവും സന്ദേശവും അവർ പരസ്പരം കൈമാറുന്നത്. അതിസുന്ദരമായ ഒരു കാഴ്ചയാണത്. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. രണ്ടാം അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ക്രൂരതകൾ മാത്രം തിങ്ങി നിന്ന സോഫിയുടെ ജീവിതത്തിലേക്ക് പൂത്തുലഞ്ഞ മുന്തിരിപ്പാടം പോലെയാണ് സോളമൻ കടന്നു വരുന്നത്. പോൾ പൗലോക്കാരൻ വളരെ ക്രൂരമായി സോഫിയോട് പെരുമാറുമ്പോൾ പോലും നിസ്സഹായായി നോക്കി നിൽക്കാൻ മാത്രമാണ് സോഫിയുടെ അമ്മയ്ക്ക് സാധിക്കുന്നത്. മമ്മയെയും കൂട്ടി സോഫിയെ പെണ്ണ് ചോദിക്കാൻ സോളമൻ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും സോഫിയുടെ അമ്മ തന്നെയാണ്. ഇവൻ ഒരേ നിർബന്ധം, ഉടനെ തന്നെ നടത്തണമെന്നും പറഞ്ഞു. അയ്യോ, അതിനെന്താ, അവൾക്കും അതാ ഇഷ്ടമെങ്കിൽ പിന്നെ നമ്മളായിട്ട് ഇനി നീട്ടേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ജയിക്കാൻ വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യുന്ന പോൾ പൗലോക്കാരൻ സോഫിയുടെ അച്ഛന്റെ പേര് പറഞ്ഞ് ആ കല്യാണം മുടക്കാൻ ശ്രമിക്കുമ്പോൾ സോളമന്റെ മമ്മ വരെ ആ കെണിയിൽ വീണു പോകുന്നുണ്ട്. നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കുക. എല്ലാം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്രയൊക്കെ എതിർത്താലും സോളമനും സോഫിയയും ഒന്നിക്കുമെന്ന് മനസ്സിലാക്കുന്ന പൗലോക്കാരൻ ഒരച്ഛൻ മകളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത സോഫിയോട് ചെയ്യുമ്പോൾ അവളെല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി ഇരുന്നു പോകുന്നുണ്ട്. നശിപ്പിക്കപ്പെട്ട സോഫിയെ സ്വീകരിക്കാൻ സോളമൻ തയ്യാറാകുമ്പോൾ ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന മമ്മയോട് വരെ എതിർത്ത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുറിയുടെ താക്കോൽ ആന്റണിക്ക് കൈമാറി സോളമൻ തന്റെ തോട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്.
അത് സോഫിയയുടെയും സോളമന്റെയും പ്രണയത്തിന്റെ അവസാനത്തെ അധ്യായമാണെന്ന് കാണുന്ന പ്രേക്ഷകനും തോന്നുന്നുണ്ട്. പക്ഷെ ആ രാത്രിയിൽ മല കയറി വരുന്ന ടാങ്കർ ലോറിയിലേക്ക് കൈനീട്ടി സോഫിയയെ എടുത്തുയർത്തുന്ന സോളമനോളം ധീരനായ, പ്രണയത്തിന്റെ വക്താവായ, ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ മലയാള സിനിമയിൽ എവിടെ തിരഞ്ഞാലും നമുക്ക് വേറെ കാണാൻ കഴിയില്ല. ഇനി അങ്ങോട്ടെന്നും സോളമനും സോഫിയയും അതികാലത്തെണീറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളികൾ തളിർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കുകയും അവരുടെ പ്രണയം എന്നേക്കുമായി അനശ്വരമായി പകുത്തു നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും.